ചായക്ക് അത്യാവശ്യം കടുപ്പായിക്കോട്ടെ. ദുബായില് നല്ല കടുപ്പുള്ള ചായ കുടിച്ച് കുടിച്ച് അങ്ങ് ശീലമായല്ലേ? എന്താന്ന് അറിയത്തില്ല, ദുബായിൽ കുടിക്കുന്ന ചായക്കൊക്കെ നല്ല കട്ടിയാണ്. ഒട്ടകത്തിന്റെ പാല ആയതുകൊണ്ടാണ്. എന്ത് പറയുന്നത്, ചുമ്മാ ഒട്ടത്തിന്റെ കാര്യം പറയരുത് കേട്ടോ. ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാ. ഒട്ടകോ? കേട്ടിട്ടില്ലേ ഒട്ടകപക്ഷി? രാവിലെ തന്നെ നല്ല മൂഡിലാണല്ലോ, തമാശയൊക്കെ പറയും. കടുപ്പം കൂട്ടാൻ മറക്കണ്ട. ചായ കണ്ടില്ലേ, വെക്കുന്നേ ഉള്ളൂ ചായ, ആവുമ്പോ തരാം. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, നീ എന്താ മൈൻഡ് ചെയ്യാത്ത? എന്റെ പൊന്നളിയാ, എനിക്ക് സംസാരിക്കാനുള്ള മൂടൊന്നുമില്ല. ഓരോ അവന്മാരുണ്ട്, ഫ്രണ്ട്സ് ആണ് പോലും ഫ്രണ്ട്സ്. ഇവനൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊക്കെ നമ്മുടെ പേര് വലിച്ചയച്ചാ നമുക്ക് പിടിക്കൂ. അല്ലെങ്കിൽ ഇവന്റെ മിക്ക ഫ്രണ്ട്സും വള്ളിയാ, ഏതാണ്ട് ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ നേരെ ചൊവ്വ. ഓ, ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ പിന്നെ എല്ലാവരും നല്ലവരായിട്ട് പ്രശ്നമില്ലല്ലോ. താൻ തിരിപ്പാടിലോട്ട് കയറി വന്നേ, താൻ പോടോ. ഞാൻ ഇറങ്ങി പോയതല്ലേ, എന്റെ ഭർത്താവിനെ വിളിച്ചു കയറ്റിയത്. ഞാൻ പോടും. നീ ഇന്നലെ പടവലത്ത് പോന്ന് പറഞ്ഞായിരുന്നു, പോയില്ല. ഇന്നിനി പോകുന്നുണ്ടോ? ഇന്നെന്തായാലും നടക്കൂല. അതെന്താ നടക്കാത്തെ? എന്റെ അമ്മൂമ്മ നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. നീ നടന്നു പോണ്ട, നീ വണ്ടിക്കൂ. ഓ എടാ, ഇന്നലെ അവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. അവിടുത്തെ അവസ്ഥ എന്തായെന്ന് അറിയത്തില്ല, നീ ഒന്ന് പോയി നോക്കിട്ട് വാ. അവിടുത്തെ അവസ്ഥ എന്തരാമായി? പ്രത്യേകിച്ച് ഒന്നും ആവാല്ല. എന്തായാലും വീട് മറ്റേ കാറ്റിൽ മഴയിലും ഒലിച്ചങ്ങ് പോകത്തൊന്നുമില്ലല്ലോ. ചെറിയ മഴയല്ലായിരുന്നു. പറയാൻ പറ്റില്ല, ചിലപ്പോ കാറ്റത്ത് പറന്നു പോയാലോ. അമ്മൂമ്മ ഇവൻ പോകുന്നില്ല, കുഴപ്പമില്ല, ഞാൻ പോക്കോളാം. മക്കള് പോകണ്ട, അവൻ തന്നെ പോയാ മതി. എന്തരമ്മൂമ്മ, അളയും പോവാന്ന് പറഞ്ഞല്ലേ, പിന്നെ അളയും പോട്ട്. അളയാൻ പോകണ്ട, നീ പോയാ മതി. ഒരു കാര്യം ചെയ്യും, അളയും ചെന്ന് അവിടെ മുറിച്ചെങ്ങാനും ഇരിക്കും, ഞാൻ ചായ ആയിട്ട് വരാം. അതെ, നീ ഇന്ന് പടവലത്ത് പോന്നെങ്കിൽ പോയാ മതി. ഇല്ലെങ്കിൽ നീ ഇനി അങ്ങോട്ട് പോവേ വേണ്ട. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല, പ്രശ്നം കഴിഞ്ഞല്ല. അതെ, അമ്മൂമ്മ അവന്റെ അപ്പൂപ്പന്റെ വീടാണ്, അപ്പൊ എനിക്ക് എപ്പോ ആണെങ്കിലും അങ്ങോട്ട് പോകാൻ അധികാരമൊക്കെ ഉണ്ട്. ഞാൻ പോകും, എനിക്ക് തോന്നുമ്പോ ഞാൻ പോകും. എടാ, ഇങ്ങനെയൊക്കെയാണ് അമ്മ എടുത്ത് സംസാരിക്കുന്നേ. അവന്റെ സംസാരമൊക്കെ കേട്ടോ നീ? അഹങ്കാരം മറ്റു പീക്ക്. ഞാനങ്ങ് പടവലത്ത് നിന്നതാ, എന്നെ വിളിച്ച് ഇവിടെ കൊണ്ട് നിർത്തി. അവിടെ ഒരു വീട് കിടന്ന് നശിക്കും, അതിന്റെ അവസ്ഥ എന്താണെന്ന് എങ്ങനെ അറിയാം? എന്റെ അമ്മൂമ്മ ആ വീടിന് എന്തൊരു നശിക്കാതിരിക്കണ്. ലച്ചു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. ഞാനെന്തിനാ അവന്റെ ഒക്കെ വായിരിക്കുന്നത് കേൾക്കുന്നേ? അമ്മൂമ്മ കുറെ ആയല്ല അമ്മൂമ്മ ഇറങ്ങിപ്പോന്ന് പറയണത്. അമ്മൂമ്മക്ക് നമ്മളിവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അമ്മൂമ്മ ഒരു കാര്യം ചെയ്യും, ഇറങ്ങി അങ്ങ് പോ. ഇങ്ങനെയാണോ അമ്മൂമ്മ എടുത്ത് സംസാരിക്കുന്നത്? ഞാൻ തല്ലില്ലല്ലോ, തോണ്ടിയല്ലേ ഉള്ളൂ. അളിയാ, ഞാനത് മനഃപൂർവ്വം ചെയ്യണമെന്നത് ചെയ്തൊന്നും അല്ല. ആ സമയത്തൊരു റിഫ്ലക്സ് ആക്ഷനിൽ അറിയാറൊന്ന് തോണ്ടിപ്പോയതാ. നീ എന്നെ എന്തോ ഇതുപോലെയൊക്കെ തോണ്ടിക്കുന്നു, അത് മാത്രമല്ല എന്നെ തള്ളി വരട്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ വിഷമിച്ചിരുന്നിട്ടുണ്ടോ? അപ്പൊ ആ സെൻസിലങ്ങ് എടുത്താൽ തോറിടാ. ഓ, ഞാൻ വിട്ട് കേട്ടാ. ഓ, വിട്ട്. ഞാൻ ആ സമയത്ത് ഒരു ഇതില് പറഞ്ഞു പോയത്. ആ അമ്മൂമ്മയുടെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ക്ഷമി. ആടാ, ഇനി നീ അത് വിട്ട് കളാ, നീ അത് പിടിച്ച് കേറണ്ട. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ ഒന്നൊക്കെ തരാൻ സിദ്ധുള്ളത് നല്ലതല്ലേ? ഓ തന്നെ, അടുത്തോടെ തരാൻ പാ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. കേശു, പിന്നെ തല്ലിട്ടിരിക്കുന്നതിന്റെ അടുത്ത് നീ ഇങ്ങനൊക്കെ പറഞ്ഞാൽ പിടിക്കൂ? ലച്ചു, ചുമ്മാ എന്റെ അളിയനെ ചൊറയാൻ നിൽക്കല്ലേ, നീ അകത്തെങ്ങാനും പോയിരുന്നേ. கேசு, நீ காலையில ஒன்னும் சாப்பிடல. உனக்கு தோசை பிடிக்கலன்னா வேண்டாம், உனக்கு சுடு சுடா புட்டு பப்படம் ஓம்லெட் நான் இப்பவே செஞ்சு கொடுக்கறேன்டா. എനിക്കൊന്നും വേണ്ട.
എന്തിനാ പുട്ടുണ്ടാക്കിത്താ? എന്നിട്ട് ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ അമ്മൂടെ വായിക്കുന്ന ബാക്കിയുടെ കേൾക്കാം അല്ലേ അമ്മൂമ്മ? അതില് 10 പൈസ ഇല്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ എങ്ങോട്ടല്ലേ ഇറങ്ങി പോവായിരുന്നു. അങ്ങനെ നമ്മുടെ പൈസ ഇല്ലല്ലോ. മോനെ അങ്ങനൊന്നും പറയല്ലേ. വേണ്ടേ കനകാന്റി പറഞ്ഞതുപോലെ നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം. മക്കള് വാ. കനാൻറ്റി പറഞ്ഞാല് പുട്ടുണ്ടാക്കി കഴിക്കാം. എനിക്കിത് പുട്ട് വേണ്ട. உனக்கு ரொம்ப பிடிக்கும் தானே, நீ சாப்பிட்டு தான் ஆகணும். நான் இப்பவே சுடுசுடா புட்டு செஞ்சு கொடுப்பேன், அவ்வளவுதான். മക്കളെ വേണ്ട ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ. സിദ്ധുവേ മോന് ചേട്ടനെ പോലെ അല്ല, ചേട്ടൻ തന്നെ. ശരി അമ്മൂമ്മ സമ്മതിച്ച്. ചേട്ടൻ തന്നെ പ്രശ്നം കഴിഞ്ഞല്ലേ. ഇനിയിപ്പോ പറഞ്ഞു പറഞ്ഞ് നമ്മളെ ബദ്ധശത്രുക്കളാകല്ലേ. പെട്ടെന്നൊരു എക്സ്പ്രഷൻ ചേഞ്ച് എന്തുപറ്റി? അല്ല എന്നാലും നീ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലയോ? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞില്ലേ? ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് മനസ്സിലായി. അല്ലേ അപ്പൊ എനിക്ക് തല്ല് കിട്ടിയതല്ലേ ഇപ്പോഴത്തെ വിഷയം? പറയാനും പാടില്ലേ. അളിയാ അക്കടു ചക്കരടാ എന്താടാ? ാ 1000 രൂപയുണ്ട്, ഇത് നിന്റെ കൈ വെച്ചു. ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യാമല്ലോ. എന്തിന് അളയിന്റെ തല്ലിട്ടെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യണം? എടാ അങ്ങനെ പറയില്ലടാ, ഞാൻ തല്ലില്ലല്ലോ, ഒന്ന് തോണ്ടിയതല്ലേ ഉള്ളൂ. നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. നീ ഇത് മേടിച്ചേ, മേടിക്കേ. എന്നിട്ട് നീ ചിരിച്ചേ, അങ്ങോട്ട് ചിരിയെന്ന്. കനകാന്റി നിനക്ക് വേണ്ടി സ്പെഷ്യൽ പുട്ടും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടേ പുറത്താവുള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? സോറിടാ. പരിപാടി കൊള്ളാല്ലേ? ഹലോ എന്താ? ആണാ? ഇല്ലടാ ഇല്ലടാ, സിനിമയ്ക്കാ. നിങ്ങൾ എത്ര പേര് പോണേ? 3 പേരാ? ഓ അപ്പൊ എന്നോട് ചെറുത് 4 പേര്. ഇല്ല 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 ഇല്ല, ഞാൻ വരണില്ലടാ. ഓ കയ്യില് കാശില്ല, അത് തന്നെ, അല്ലാതെ വേറെന്ത്. ആ പിന്നെ വയ്യ. എങ്ങനെ പോയാലും ഞാൻ വരികയാണെങ്കിൽ 1000 രൂപയെങ്കിലും കുറഞ്ഞത് തീരും. എൻ്റെ ഒരു അളിയൻ തന്നൊരു 1000 രൂപ ഉണ്ട്, പക്ഷെ അത് ശരിയാവില്ല. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വാ. ആ ശരിടാ ശരിടാ. ആ എന്താണ് കൂട്ടുകാരൊക്കെ ആയിട്ടൊരു ഡിസ്കഷൻ? ഒന്നുമില്ലേ. എവിടെ പോവാണെന്ന് തോന്നുന്നു? സിനിമയ്ക്ക് പോവാ അല്ലേ? ഇല്ലല്ലേ, സിനിമയ്ക്കൊന്നും പോണില്ല. അതെന്ത് പറ്റി? അമ്മമാര് വിളിച്ച്, പക്ഷെ കാശില്ല. കാശില്ലെന്നാ? ഓ നിനക്ക് ഏത് സിനിമയ്ക്കാ പോണ്ടേ? ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയ. എത്ര പേരുണ്ട്? 4 പേര്. 4 പേരല്ലേ? എന്തല്ലേ? ഞാൻ ബുക്ക് തരാന്ന്. ബുക്ക് ഒന്നും വേണ്ടല്ലേ? ഞാൻ ചെയ്യാന്ന്. വേണ്ടല്ലേ, ആവശ്യമില്ലെന്ന്. 4 പേരല്ലേ? 4 പേര്. സെക്കൻഡ് ഷോ അളെ ആവശ്യമില്ല, വേണ്ട. നമുക്ക് എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ? സെക്കൻഡ് ഷോ. ഒറ്റ സെക്കൻഡേ. അളെ വേണ്ട, അവരുടെ കാശ് പോകുന്നു. എടാ സീറ്റ് റിക്ലൈനർ വേണ്ട. റിക്ലൈനർ 1 2 3. അളെ വേണ്ടല്ലയാ. എടാ കുടിക്കാൻ എന്തായാലും. കുടിക്കാനൊന്നും വേണ്ട, ചുമ്മാ ഇപ്പൊ സീറ്റ് റിക്ലൈനർ അത് തന്നെ ഭയങ്കര കാശാവും. കോള കഴിക്കാനോ? കഴിക്കാൻ ഈ അളിയന്റെ കാര്യം അളിയ വേണ്ടല്ലയാ. പറ, നീ കഴിക്കാൻ നിനക്ക് എന്താ വേണ്ടേ? പോപ്കോൺ. പോപ്കോൺ. പോപ്കോൺ അളിയ ക്യാരമല്ല, അത് വേണമെന്നില്ല. 2 ക്യാരമൽ ആയിരുന്നോ? പപ്സ് ഉണ്ടോ നോക്കി. ക്യാരമൽ പോപ്കോണും പപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പോരെ? 4. അളിയ ഇതിപ്പോ ഒരുപാട് കാശ് അയക്കണ ഈ അളിയല്ലടാ. കൊഴപ്പില്ല അളിയാ, ബുക്കായിട്ടുണ്ട്. വേണ്ടായിരുന്നല്ലേ, ആവശ്യമില്ലായിരുന്നു. പിന്നെ എടാ ഞാൻ നിനക്കേ ഒരു 500 റുപ്പീസും കൂടെ അയച്ചു തരാം. വല്ലാത്ത കഷ്ടമല്ലേ അത്. നേരത്തെ ഒരു 1000 രൂപ അടിച്ചേപ്പിച്ച് ഇപ്പൊ 500. അതിന്റെ ഇടയ്ക്ക് ബുക്ക് ചെയ്ത്. നീ ആവശ്യം എന്തിനാടാ ഒരു പൈസ ഒക്കെ കൊടുക്കണേ?
പിന്നെ എന്ത് ബുക്ക് ചെയ്താലും പറയണേ? അത് ഈ നമ്മുടെ പയ്യനല്ലേ, അവൻ അടിച്ചു പൊളിക്കട്ടെ അല്ലടാ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഒരു പടത്തിന് പോവാന്ന് വിചാരിച്ചു. എന്റെ ഫ്രണ്ട്സ് അവന്മാർ ഇങ്ങോട്ട് വിളിച്ചത് ആദ്യം പറഞ്ഞ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞില്ലടാ ഞാൻ വരുന്നില്ല, എന്റെ കാശില്ലെന്ന് പറഞ്ഞപ്പോ തന്നെ അളിയൻ ടക്കനെ കയറി അന്നങ്ങ് ഏറ്റുപിടിച്ചെന്നേ. അളിയൻ പിന്നെ എല്ലാം ഏറ്റുപിടിക്കാൻ മിടുക്കനല്ലേ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവന്റെ പേരിൽ കുറെ പൈസ കളയാനായിട്ട്? ആ എന്നാ പിന്നെ ആ ബുക്ക് ചെയ്തൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത കളി. ലജുസേ, ചുമ്മാ എന്റെ അളിയെ ചൊറിയാൻ നിൽക്കരുത് കേട്ടോ. അതോടെ ഞാൻ കയറി പോയെ. ഞാൻ കയറി പോക്കോളാം. അമ്മമ്മ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നു. എന്റെ പുള്ള പുട്ട് കഴിച്ചില്ലല്ലോ എന്നും പറഞ്ഞു. പുട്ടാ? ആ പുട്ടും ദോശയും പുട്ടും ദോശയും പുട്ടും ദോശയും തന്നെ. നേരെ ഒരു പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചിട്ട് അത്രയായി. ലജുസേ, ഞാനൊന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് ഇപ്പൊ വരാം. എന്തിന്? ഞാൻ പോയിട്ട് വരാം. എവിടെ പോളിയാ? അല്ലടാ, ഞാൻ ജംഗ്ഷൻ വരെ പോയിട്ട് വരാം കേട്ടോ. നീ ഇവിടെ ഇരിക്കണേ. പോളെ അളിയൻ വന്നോളൂ. ബാ പുട്ട് കഴിക്കാം. ഞാൻ കഴിച്ചോളാം ചേച്ചി. ഇത് കഴി. ഞാൻ പോണ്. നീ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അമ്മൂമ്മ ഇങ്ങോട്ട് വരുവേ. ഓ പൊറോട്ടയും ബീഫ് സിനിമ. ആ അളിയാ, ഡേയ് വൈകിട്ടത്തേനൊരു പടം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫുൾ ചെലവെന്റെ വക. എല്ലാം ഉണ്ട് പിന്നെ. ശരി ശരി ശരി, വൈകിട്ട് വേണം. 4 പേര് കേട്ടോ മൊത്തം, ഞാൻ ഉൾപ്പെടെ. മറ്റേ വരെ വിളിച്ചു. ഓ ശരി. നടുക്കിടണോ? അച്ചോടാ വാവ, നടുക്കിട്ടേ കഴിക്കൂ. ആയിരത്തരണോ വേണമെങ്കിൽ ഇത് മക്കള് കഴിച്ചോട്ടാ. ഞാൻ വെള്ളം ഒഴിച്ചാൽ. എന്തുല്ലടാ? ഒന്നുമില്ല, പല്ല് ചെറുതായിട്ടൊന്ന് ആദ്യമൊന്നൊരു സംശയം. രാവിലത്തെ അളിയന് മാത്രമായിരിക്കും പൊറോട്ടയും ബീഫൊക്കെ മേടിച്ചു കൊടുക്കത്തുള്ളൂ അല്ലേ? നിങ്ങക്ക് വേണമായിരുന്നോ? അത് ഞങ്ങള് പൊറോട്ട വെച്ച് ഇറങ്ങൂലേ? മേടിച്ചു തരാം കേട്ടോ. മേടിക്കാം, കഴിക്കടാ. ആപ്പിളൊക്കെ കഴിച്ചിട്ട് കൊറേ ആയി. ഞാൻ മേടിച്ച് വെച്ച ആപ്പിളിലെങ്ങാനും കൈ തൊട്ട കൈ ഞാൻ വിട്ടു. അളിയാ, എന്റെ ചക്കരക്ക് ഞാൻ ആപ്പിൾ മേടിച്ചു തരാം കേട്ടോ. പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. அம்மா, சித்தோட முகம் ஒரு மாதிரியா இருக்குல்ல? அவனுக்கு ரொம்ப வருத்தம் இருக்கம்மா. സിദ്ധു ഒരു പാവം പയ്യനാ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാലേ നീ അത് ലച്ചിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? என்னம்மா இது? நீங்க சொல்ல வேண்டாம்னு சொன்ன ஏதாவது ஒரு விஷயம் நான் எப்பவாவது சொல்லியிருக்கேனா? പിന്നെ என்ன இப்படி ஒரு கேள்வி? സത്യം പറഞ്ഞാലേ ഞാൻ വേറൊന്നും കൊണ്ടും പറയുന്നതല്ല. സിദ്ധുവേ, ഈ കുടുംബത്തിൽ വന്നു കയറണത് ഒരു പയ്യനല്ല. അത് നമുക്ക് പുറത്താരോടും പറയാൻ പറ്റത്തില്ലല്ലോ. അതെന്നമ്മ நீங்க அப்படி சொன்னீங்க? நம்ம குடும்பத்துக்கு என்னம்மா குழப்பம்? അല്ല, നമ്മുടെ കുടുംബത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലച്ചുവിന്റെ കൂടെ ആർക്കും ഒത്തുപോകാൻ പറ്റത്തില്ലെന്നേ. നല്ല ചിരി. ആന്റി കൂടുതൽ ചിരിക്കണ്ട, ആന്റിനെ ഞാൻ പിന്നെ പൊട്ടിക്കോളാം.
അമ്മൂമ്മ എന്താ എന്നെ പറ്റി പറഞ്ഞോണ്ടിരുന്നേ? എന്റെ ദൈവമേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ പറച്ചില് കേട്ടോ അറിയാലോ എന്നെ പറ്റി തന്നെ കുറ്റം പറഞ്ഞോണ്ടിരുന്നേന്ന്. நான் ஒண்ணுமே சொல்லல. ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ പറ്റി അമ്മൂമ്മ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതെന്തോന്നിത്? ഇത് കത്തി തപ്പിയാ കത്തി കിട്ടൂ അല്ലേ? ആപ്പിളെന്നാ പീലി തരിഞ്ഞ് തരും. ഞാൻ മേടിച്ച ചാപ്പിളല്ലേ? അല്ല, ഞാൻ മേടിച്ചു വെച്ചോട് ആപ്പിള് അല്ലേ? ആപ്പിളൊക്കെ എടുത്ത് കഴിക്കണം. ചുമ്മാ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് കഴിഞ്ഞാൽ അത് ചീഞ്ഞടഞ്ഞു പോവും. എന്തേ? ഒന്നുമില്ല. എന്റെ പൊറോട്ടയൊക്കെ ദഹിച്ചാ? എടാ കേശു, ഓ, നീ എപ്പോഴാ പടവലത്ത് വന്നേ? ഇന്ന് ഉച്ച കഴിഞ്ഞ് പോവോ? വേണ്ട, നാളെ പോയാ മതി. അല്ലേ? ആഹാ, ഇപ്പൊ പച്ചക്കറിക്ക് ഇവിടെ ഇരുന്ന് അരിയുന്നേ? അമ്മൂമ്മയ്ക്ക് ആരെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിലേ അമ്മൂമ്മ ഇവിടെ ഇരുന്നേ പച്ചക്കറി ആയിരിക്കും. എന്റെ ലച്ചു, ഞാൻ നിന്റെ കുറ്റം ഒന്നും പറഞ്ഞില്ല. ഉവ്വ. അല്ലയാ പറടാ. ഞാൻ നിന്നെ വിളിച്ചതേ. അയ്യോ, ഹലോ ഹലോ അയ്യോ, കേക്കണുണ്ടോ? റേഞ്ച് അല്ല, ഫോണിന്റെ പ്രശ്നമാ. ഓ കൊറേ കൊല്ലം ആയില്ലടാ ഈ ഫോൺ അതിന്റെയാ. ഇത് കഴിഞ്ഞാ തീർന്നു. ഇത്ര തന്നെ പുതിയ ഫോൺ മേടിക്കാനാ. നമ്മുടെ അവിടുന്ന് കാശിരിക്കണ്ടേ? ഈ ഫോണിന്റെ കാലാവധി കഴിഞ്ഞാ തീർന്ന്. ഇത്ര തന്നെ. ഫോൺ മേടിക്കണം. നമുക്കല്ല വേറെ ആരും മേടിച്ചേരേ. വല്ല കാറ്ററിങ്ങിന്റെ പണിക്ക് ആ പണിക്ക് പോയി കുറച്ച് പൈസ അവിടെ സ്വരുക്കൂട്ടി വെച്ചിട്ട് മേടിക്കാം. ഇല്ലെങ്കിൽ അമ്മൂമ്മയുടെ പണ്ടത്തെ ഒരു ഫോണിലിപ്പുണ്ട്, ഒരു കീപാഡ്. അതെടുത്ത് ഉപയോഗിക്കാന്ന് വിചാരിക്കുന്നു. ശരിടാ. ഒന്നുമില്ല, രാവിലെ ചെറിയൊരു പല്ലുവേദന ഉണ്ടായിരുന്നു, അത് മാറിയിട്ടില്ല. ശരി. നിന്റെ ഫോൺ എന്ത് കുഴപ്പം? ഫോൺ മൊത്തത്തിൽ പോയി കിടക്കുകയല്ലേ. ഇപ്പം 2-3 കടയിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് അമ്മമാരെങ്ങനെയൊക്കെയോ ഒട്ടിച്ചു വെച്ച് അന്ന്. ഓടട്ടെ. അതെ, ഓടണവരെ ഓട്ടെ. എന്നിട്ട് നമുക്ക് വേറെ നല്ല സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കാം. സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കണമെങ്കിൽ കാശ് വേണമല്ലോ. അതുപോലും ഇല്ലല്ലോ. എന്നാ പിന്നെ എന്റെ പഴയ ഫോൺ തരാം. അതിന്റെ ഡിസ്പ്ലേ കണ്ട ഇല്ലാണ്ടിരിക്കില്ലേ അത്? അതില്ല എനിക്ക് തന്നെ. അലുമ്പേ അമ്മൂമ്മയുടെ കീപ്പാടാ. ലച്ചു, അവനിങ്ങോട്ട് വിളിച്ചേ. ദാ, എന്താ ഫോൺ കംപ്ലൈന്റ് ആണോ നിന്റെ? എന്ന് പറഞ്ഞാ ഉപയോഗിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? അത് തന്നെയാടാ കംപ്ലൈന്റ്. നീ ഇതൊക്കെ അളിയന്റെ അടുത്ത് പറയണ്ടാ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ദുബായില്, ജിഷു. അവനൊന്ന് വിളിക്കട്ടെ. ജിഷോളിയാ, ഇനി എപ്പോഴാ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ നാട്ടിലേക്ക്? അടുത്ത മാസം വരുന്നുണ്ടാ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ മൻസൂർക്കന്റെ കടയില്ലേ, മൊബൈൽ ഷോപ്പ്, അവിടെ നിന്ന് ഒരു 40,000 രൂപയുടെ 50,000 രൂപയുടെ 60,000 രൂപയുടെ ഒരു നല്ല മൊബൈൽ നോക്കി കൊണ്ടുപോവാ. എന്റെ അളിയന് വേണ്ടിട്ടാണ്. നീ ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ മതി, പേയ്മെന്റ് ഞാൻ അയച്ചേക്കാം. ഓക്കേടാ. ഓക്കെ. ഡേറ്റ് അവൻ പറയാന്ന് പറഞ്ഞ. നിനക്ക് വേണ്ടിട്ടല്ലെന്ന്. എന്താ ഉദ്ദേശം? നമ്മുടെ പയ്യനല്ലേ അവൻ, പാവം അവൻ. കഴിക്കണോ? നിങ്ങൾ അറിയാതെ കിട്ടണേ ഞാൻ എന്ത് പുണ്യാണോ എന്തോ ചെയ്ത്. പാവം അവൻ. ഇവിടെ പറടാ. പുതിയ ബൈക്ക് എടുത്താ? ഏതാ? ആളെ കൊള്ളാല്ലോ. എടേ, സ്പോർട്സ് ബൈക്ക് അല്ലേ? ആണോ? 2 ലക്ഷം രൂപ. ആടാ, നമുക്കും അതൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു.
ഞാൻ വേറെ ഇവിടെ മേടിച്ച് അത് തന്നെ. മതി ഇനിയിപ്പോ ഉള്ളത് ഓണമെന്നുണ്ട്. ശരിടാ, ശരി. പാർട്ടിയാ? ഓ, അവന്റെ പാർട്ടിക്ക് വരാന്ന് പറ. വാ. ഒരുത്തന്മാര് ബൈക്ക് എടുക്കുന്നു, നമ്മളെ പാർട്ടിക്ക് വിളിക്കുന്നു. അളിയാ കിടക്കണ? എന്താണ് പരിപാടി? ഒന്നുമില്ലളിയാ, രാവിലത്തെ ഒരു ചെറിയ ക്ഷീണോ? എന്തുറ്റാ? എന്ത് പറ്റിയാളിയാ? ഇല്ലടാ, നിന്നെ കാണാത്തോണ്ടെന്ന് അന്വേഷിച്ചാ. നാളെ നമുക്ക് പടവലത്ത് പോണം. ഞാൻ എന്തായാലും പോകുന്നുണ്ട്. പടയിലോട് പോവാ. എടാ, പടവലത്ത് പോകുന്ന വഴിക്ക് ഒരു കിടിലൻ ഷാപ്പില്ലേ? ഇവിടെ മറ്റേ വയലിന്റെ ആ മറ്റേ താറാങ്കൂട്ടത്തിന്റെ അപ്പുറത്ത് ആ ഷാപ്പിൽ നമ്മൾ കേറി നമ്മൾ അവിടത്തെ നല്ല കറികളും ഫുഡും എക്സ്പ്ലോർ ചെയ്യുന്നു. എന്നിട്ട് പടവലത്ത് പോകുന്നു. ഓക്കെ? ഷാപ്പിലേക്കാണോ? എന്നാൽ ഞാനും വരാം. ഷാപ്പല്ല, ഷോപ്പിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞ. ഷോപ്പിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞ. ലക്ഷ്മി ടീ ഷോപ്പ്. അത് ടീ ഷോപ്പ് അല്ലല്ലോ, ടീ സ്റ്റാൾ അല്ലേ? ടീ സ്റ്റാൾ ആണോ? അത് ടീ സ്റ്റാൾ ആണോ? നിനക്ക് മാറിപ്പോയതാ. ടീ സ്റ്റാൾ. അതെ, ഷാപ്പിന്റെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ കേട്ടാ. അതുകൊണ്ട് കൂടുതലൊന്നും മെഴുകണ്ട. കഴിക്കുന്ന കാര്യ, കള്ളുടിക്കല്ല. മനസ്സിലായി. കഴിക്കാൻ ഫോൺ സൈലന്റ് ആയിരുന്ന? കോൾ വന്നേക്കണ്. അളേ പറടാ, എന്തുറ്റി? ആണോ ടർഫിലാ? ഓ, നമുക്ക് പോയേക്കാലോ. എപ്പാ? നൈറ്റാ? എന്നാ പിന്നെ നാളെ നേരിട്ട് വിളിക്കാം. ഓ, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നേക്കാം. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാലേ, എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിടേണ്ടവർ. വരാൻ ബൈക്കൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടിൽ ഒരു ബൈക്കല്ലേ ഉള്ളൂ. വീട്ടിൽ അളിയില്ലേടാ. അപ്പൊ അളിയൻ എങ്ങോട്ടേലും പോണെങ്കിൽ ഒരു ബൈക്കോട് വേണ്ടേ? അപ്പൊ എനിക്ക് ആ ബൈക്ക് കൊടുത്തോണ്ട് വരാൻ പറ്റൂ? ഒരു ബൈക്കോടെ മേടിക്കാനാ? അതങ്ങനെ ശരിയാകൂടാ. ഇപ്പൊ സെക്കൻഡ് ബൈക്ക് ആണെങ്കിൽ പോലും എടുക്കണമെങ്കിൽ അത്യാവശ്യം ഫണ്ട് വേണ്ടേ? ശരിക്കും പറഞ്ഞ് എടുക്കുമ്പോ ഫസ്റ്റ് തന്നെ എടുക്കണം. നമുക്കാര് മേടിച്ചേരെ? ഇല്ല, കുഴപ്പമില്ല. ശരി, ഞാൻ വിളിക്കാം. ഞാൻ വരാം. രണ്ട് ബൈക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ നല്ലത് തന്നെ. ഇല്ലേ? ശരിടാ. യവന്മാരുടെ കാര്യം ഞാൻ പറയാനറിയാ. വീട്ടില് രണ്ട് ബൈക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര ഗുണമാണ്, ഭയങ്കര നല്ല കാര്യമാണെന്നൊക്കെ. എടാ, ഇവിടെ ഇരിക്കുന്ന ബൈക്ക് നീയല്ലേ ഉപയോഗിക്കുന്നത്? നിന്റെ സ്വന്തം പോലല്ലേ അത്? അമ്മൂമ്മ, അത് എന്റെ സ്വന്തം പോലെ ആണെങ്കിലും അതെന്റെ മീൻസ് ഇപ്പൊ ടക്കൻ ഒരു സ്ഥലത്ത് പോണെങ്കിൽ അളിയും വീട്ടിൽ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. മാത്രമല്ല അളിയെ ഇപ്പൊ എന്തായാലും അധികം ഉടനെ ഒന്നും ഗൾഫിൽ പോകുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ പിന്നെ നമുക്ക് അളിയ ഇത് കണ്ട എന്റെ ഫ്രണ്ടേ പുതിയൊരെടുത്ത ബൈക്കാ, സ്പോർട്സ് ബൈക്ക്. ഒരു 2.5 ലക്ഷം രൂപ 2.25 ലക്ഷം രൂപയ്ക്കൊക്കെ ഫുള്ളിന്റെ കിട്ടും. പക്ഷെ നമുക്കിന്റെ ആവശ്യമൊന്നുമില്ല. മേടിക്കണമെങ്കിലും സെക്കൻഡ് മേടിച്ചാലും കുഴപ്പമില്ല. പിന്നെ മേടിക്കുമ്പോ ചിലപ്പോ സെക്കൻഡ് മേടിച്ചാൽ പറയാൻ പറ്റില്ല, പണി കിട്ടും. ഫസ്റ്റ് ആകുമ്പോ ആ പേടിയില്ല. ഏളിയാ கேசு ஒரு வீட்டுல 2 பைக் இருந்ததுன்னா ரொம்ப நல்லது. നീ ബൈക്ക് ഓടിക്കുന്നോ? எனக்கு இப்போ ஓட்டிக்க தெரியாது, ஆனா கத்து கொடுத்தா நான் நல்லா ஓட்டுவேம்மா. കുഴപ്പമില്ല കനേന്റെ. ഇപ്പൊ നമുക്ക് അത്ര വലിയ അത്യാവശ്യമുള്ള കേസൊന്നും അല്ലല്ലോ. അതെ, തൽക്കാലം ഇവിടെ ഇപ്പൊ ഒരു ബൈക്ക് മതി. ഒരു ബൈക്ക് മതിയെങ്കിൽ മതി. ഇപ്പം നമുക്കിങ്ങനെ കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? അതെ. അളിയാ, കയ്യൊന്നും വന്നേടാ. നീ സൂപ്പറാ. ഇതോടുകൂടി നമ്മൾ ടാലിയായി. രാവിലെ ഞാൻ നിന്നെ ഒന്ന് തോണ്ടി, നീ ഇപ്പം നിന്റെ കൈ കൊണ്ട് എന്നെ ഒന്ന് തോണ്ടി. ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വിധത്ത് ഞാൻ നിനക്ക് സിനിമാ ടിക്കറ്റ് എടുത്തു തന്നു, അതും റിക്ലൈനർ സീറ്റ്, പിന്നെ മൊബൈൽ ഫോൺ വരെ മാക്സിമം.
ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു വിധത്തിൽ കളസം കീറിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ? നനഞ്ഞടം കണ്ടു കഴിഞ്ഞാൽ നീ കുഴിച്ച് കുളം വരെ തോണ്ടുമല്ലടാ. ചിലപ്പോ കുഴിച്ചു വെച്ച് വെള്ളം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാ. കുറുമ്പൻ.